രാമായണത്തിലെയും മഹാഭാരതത്തിലെയും അതികായന്മാരിലേക്ക് സ്വാഗതം. ഇന്ന് ദശരഥ മഹാരാജാവ് തന്നെയാവട്ടെ. ദശരഥ മഹാരാജാവിനെ അറിയാത്തവർ കുറവാണ്. എന്താണ് ദശരഥ മഹാരാജാവിന്റെ യഥാർത്ഥ പേര്? ദശരഥ മഹാരാജാവിന്റെ യഥാർത്ഥ പേര് എന്താണെന്നറിയാമോ? നേമി എന്നാണ്. എങ്ങനെ ദശരഥൻ എന്ന പേര് വന്നു എന്ന് പറയാം. അതിനു മുമ്പായി ദശരഥ മഹാരാജാവിനെ പരിചയപ്പെടാം. ശ്രീരാമന്റെ പിതാവാണ്. രാമായണത്തിലും മഹാഭാരതത്തിലും ഉണ്ട്. രാമായണത്തിലെ ഒരു പ്രധാന ക്യാരക്ടർ ആണ്. എന്നാൽ മഹാഭാരതത്തിൽ സൂചനയേ ഉള്ളൂ. ഇക്ഷ്വാകു വംശത്തിലെ അജ മഹാരാജാവിന്റെയും ഇന്ദുമതി എന്ന രാജ്ഞിയുടെയും പുത്രനും പിന്തുടർച്ചക്കാരനും അയോധ്യയിലെ രാജാവുമായിരുന്നു ദശരഥൻ. ഇക്ഷ്വാകു വംശത്തിലെ അജ മഹാരാജാവിന്റെയും ഇന്ദുമതി എന്ന രാജ്ഞിയുടെയും പുത്രനും പിന്തുടർച്ചക്കാരനും അയോധ്യയിലെ രാജാവുമായിരുന്നു ദശരഥൻ. ഒരേ സമയം രഥത്തെ 10 ദിക്കുകളിലേക്കും അഭിമുഖമാക്കിക്കൊണ്ട് ഒരേപോലെ നയിക്കാൻ പ്രാഗൽഭ്യമുള്ളതുകൊണ്ട് ആണ് ഇദ്ദേഹത്തിന് ബ്രഹ്മാവിൽ നിന്ന് കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യയായിരുന്നു ദശരഥന്റെ രാജധാനിയും. കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ 3 ഭാര്യമാരും ഉണ്ട്. ആകെ 5 മക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും 4 മക്കളല്ലേ ഉള്ളൂ എന്ന്. കൗസല്യയിൽ രാമന് മുൻപ് ശാന്ത എന്നൊരു മകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ അറിയും ഈ മകളെ. വൈശാലി എന്ന സിനിമയിൽ നടി പാർവതി അഭിനയിച്ച കഥാപാത്രമാണ്. ഋഷ്യശൃംഗൻ വിവാഹം കഴിച്ച അതേ ശാന്ത. വിശദമായി പിന്നെ ഋഷ്യശൃംഗൻ എന്ന വീഡിയോയിൽ തരാം. ലോമപാദന്റെ മകൾ. രോമപാദൻ എന്ന് പറഞ്ഞാലും ഒന്നു തന്നെയാണ്. ദശരഥ രാജാവിന്റെ ആത്മമിത്രമായ അംഗദേശത്തെ ലോമപാദൻ രാജാവിന് സന്താന സൗഖ്യമില്ലാത്തതിനാൽ തന്റെ പുത്രിയായ ശാന്തയെ വളർത്തുമകളായി നൽകിയിരുന്നു. അങ്ങനെയാണ് കൗസല്യയുടെ മക്കളിൽ ഒരാളായ ശാന്ത ശ്രീരാമന്റെ ചേച്ചിയും കൈകേയിയുടെ മകനായ ഭരതന്റെയും സുമിത്രയുടെയും ലക്ഷ്മണന്റെയും ശത്രുഘ്നന്റെയും ചേച്ചിയാകുന്നതും ദശരഥന് 5 മക്കളാകുന്നതും. കുന്തി ദേവിക്ക് 6 പുത്രന്മാർ എന്ന് പറഞ്ഞതുപോലെയാണ് ദശരഥ മഹാരാജാവിന്റെ മരണം എങ്ങനെയെന്ന് പറയാം. കാട്ടിൽ വെച്ച് തന്റെ വേട്ടയാടലിനിടെ അബദ്ധവശാൽ തന്റെ അമ്പേറ്റ് ശ്രാവണകുമാരൻ മരണമടഞ്ഞു. ശ്രാവണകുമാരൻ അന്ധനും സന്യാസിമാരുമായ മാതാപിതാക്കളെയും കൊണ്ട് തീർത്ഥാടനത്തിന് പോവുകയായിരുന്നു. അതിനിടെ അവർക്ക് കുടിക്കാൻ അരുവിയിൽ നിന്ന് വെള്ളം എടുക്കവേ ശബ്ദം കേട്ട് മൃഗമാണെന്ന് തെറ്റിദ്ധരിച്ചു അമ്പെയ്തു. പുത്രശോകത്താലുള്ള ആ മാതാപിതാക്കളുടെ ശാപം നിമിത്തമാണ് ഇതേ ദുഃഖത്താൽ ദശരഥനും മരണമടയുന്നു എന്ന് ശപിച്ചത്. ആ ശാപം സത്യമായി. പുത്രവിരഹത്തിന്റെ വേദനയാൽ ആ സാധു വൃദ്ധ സന്യാസ ദമ്പതികളും അവിടെ വെച്ച് തന്നെ മരണമടഞ്ഞു. ആ 3 മൃതദേഹങ്ങളുടെയും അന്ത്യകർമ്മങ്ങൾ ദശരഥ മഹാരാജാവ് തന്നെ നടത്തി. ഈ സംഭവങ്ങൾക്ക് ശേഷം ദശരഥ മഹാരാജാവിന്റെ ജീവിതത്തിൽ ദുരന്തങ്ങളായിരുന്നു. ആ ശാപത്താൽ തന്നെ ആയിരുന്നു കാലങ്ങൾക്ക് ശേഷം ശ്രീരാമനെ വനവാസത്തിനയക്കാൻ നിർബന്ധിതനായ രാജാവ് പുത്രവിരഹ ദുഃഖത്താൽ ഇഹലോകവാസം വെടിഞ്ഞു. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഓരോ കഥാപാത്രങ്ങളുമായി ഇനിയും വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.